നമ്മുടെ മോതിരം അണിയുന്നതിനും കൂലിയുണ്ട് മോനെ. ഇതൊരു അലങ്കാരത്തിന് കയ്യിലിടുമ്പോഴും ഇതൊരു ആരാധനയുടെ ഭാഗമാണ്, പുണ്യകർമ്മത്തിന്റെ ഭാഗമാണ്. മുത്തൊളി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണ് ഈ മോതിരം അണിയുന്നതിനും കൂലിയുണ്ടെന്ന് പഠിപ്പിച്ച് സന്തോഷമറിയിച്ച റസൂലുള്ളാഹി. ഈ വെള്ളി മോതിരം എവിടെയാണ് അണിയുന്നത്? അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലതു കൈയിലെ ചെറിയ വിരലാണ് മോതിരം അണിഞ്ഞിരുന്നത്. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടത് കൈയിൽ അണിഞ്ഞ ഒരു റിവായത്തുണ്ട്. എന്നാൽ എണ്ണത്തിൽ കൂടുതൽ വലത് കൈയിൽ അണിഞ്ഞു എന്നാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഇടത് കൈയിൽ മോതിരം അണിഞ്ഞു എന്നൊരു റിവായത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ എല്ലാ നിവേദനങ്ങളും ഒരുമിച്ച് കൂട്ടിയിട്ട് ഇമാം മുനാവി റളിയല്ലാഹു അൻഹു പറയാണ്, ഇടത് കൈയിൽ അണിഞ്ഞ മഹാന്മാരുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെ വലതു കൈയിൽ അണിഞ്ഞ മഹാന്മാരുമുണ്ട്. അതാ ഒരുപാട് സലഫു സ്വാലിഹീങ്ങളെ കാണാം. ഇവിടെ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, നമ്മുടെ മദ്ഹബിൽ ഏറ്റവും പ്രബലമായത് വലതു കൈയിൽ അണിയണമെന്നാണ്. ഇടത് കൈയിൽ അണിഞ്ഞതുകൊണ്ട് തെറ്റില്ല. എന്നാൽ ശാഫഈ മദ്ഹബിൽ ഏറ്റവും ശ്രേഷ്ഠമായി നാം പറയുന്നത് വലതു കൈയിൽ അണിയണമെന്നാണ്. അതിൽ തന്നെ മോതിരത്തിന്റെ കല്ല് കൈവെള്ളയുടെ ഭാഗത്തേക്കാകലാണ് ശ്രേഷ്ഠമെന്ന് ഇമാം മുനാവി റഹിമഹുല്ലാഹ് ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ എഴുതിയിട്ടുണ്ട്. ശറഹുശ് ശമാഇൽ